മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി CMDRF എന്ന് പറയുന്നത് ഇതിൽ നിന്ന് മുണ്ടക്കൈ ദുരിതബാധിതർക്കായി ₹1 പോലും നൽകിയില്ലെന്ന ചില വാർത്തകൾ പ്രചരിപ്പിക്കാനുള്ള ശ്രമം ഉണ്ടാകുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ പോലും ഇത് പച്ചക്കള്ളമാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള നിരവധി തെളിവുകൾ പുറത്തുവരുന്നുണ്ട്. ഇവർക്ക് തുടക്കം മുതൽ തന്നെ എങ്ങനെയാണ് CMDRFിൽ നിന്ന് സഹായം ലഭിക്കുന്നത് എന്നതിന്റെ കൃത്യം കണക്കുകൾ വിവരങ്ങൾ പുറത്തുവരുന്ന ഘട്ടമാണ്. നമുക്കത് അറിയുന്ന കാര്യമാണ്. കേന്ദ്രം ₹1 പോലും നൽകാത്തത് ചർച്ചയാകുമ്പോഴാണ് നുണപ്രചാരണവുമായി ചില മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഷീജയാണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും നമുക്കൊപ്പം ചേരുന്നത്. ഷീജ, ഇപ്പോൾ മേഘ പറഞ്ഞു വെച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അത് ജനങ്ങളുടെ ഒരു പിന്തുണയുണ്ട് ഈ ഒരു പ്രക്ഷോഭത്തിന്, പ്രതിഷേധങ്ങൾക്കുകയും അതിനോട് ഒപ്പം തന്നെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ കേരള വിരുദ്ധ സമീപനം. അതിനുവേണ്ടി ഒരു വിഭാഗം ജനങ്ങളെ, ദുരന്തബാധിതരെ എല്ലാം ദ്രോഹിക്കുന്ന ഈ ഒരു നിലപാട്, അതിന് കുടപിടിക്കുന്ന സമീപനം സംസ്ഥാന BJP, നേരത്തെ മേഘ പറഞ്ഞതുപോലെ തന്നെ കെ സുരേന്ദ്രൻ അടക്കമുള്ളവരുടെ പ്രതികരണങ്ങളൊക്കെ നമുക്ക് ഈ ഘട്ടത്തിൽ ഓർത്തെടുക്കാവുന്നതാണ്. അതിനൊപ്പം തന്നെയാണ് ചില മാധ്യമങ്ങൾ ഇപ്പോൾ നുണപ്രചാരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ CMDRFിൽ നിന്ന് ഈ ദുരന്തബാധിതർക്ക് കൃത്യമായ സഹായം ലഭിക്കുന്നില്ലേ ഷീജ? കാവ്യ, എന്തായാലും ഇപ്പോൾ കാവ്യയും മേഘയും സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്യം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നാണ് മുണ്ടക്കൈ ചൂരൽമല ദുരന്തം എന്ന് പറയുന്നത്. പക്ഷേ അവിടെയാണ് ഈ രീതിയിൽ പ്രധാനമന്ത്രി നേരിട്ട് വന്ന് ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി മനസ്സിലാക്കിയിട്ട് പോലും ₹1 പോലും ഇതുവരെയായി സഹായം നൽകാത്തതും, അതിനൊപ്പം തന്നെ കേരളത്തിന് വലിയ തിരിച്ചടിയാകുന്നൊരു തീരുമാനം അത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കില്ല എന്നുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുമാണ്. അതിൽ ഉള്ളൊരു പ്രതിഷേധം തന്നെയാണ് ഇന്നിപ്പോൾ വയനാട് ഹർത്താലിലൂടെ നമ്മൾ കാണുന്നത്. വയനാടുള്ള ജനങ്ങൾ ഒറ്റ മനസ്സോടുകൂടി അതിനെതിരെയുള്ളൊരു പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഏറെ നിർണായകമായ മറ്റൊരു വിഷയം കൂടി ഇതിനൊപ്പം ചേർത്ത് വായിക്കേണ്ടത്. അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയാണ്. ഈ CMDRFിൽ നിന്നും ₹1 പോലും വയനാടിന് വേണ്ടി, അതായത് ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് വേണ്ടി നൽകുന്നില്ല എന്നുള്ള തരത്തിൽ ചില മാധ്യമങ്ങൾ വാർത്ത പ്രചരിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ വസ്തുത എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ടത്. കാരണം ഇതിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന ഘട്ടം വരുമ്പോൾ സംസ്ഥാന സർക്കാരിലേക്ക് ആ വിമർശനം എത്തിക്കുക, സംസ്ഥാന സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുക എന്നുള്ളൊരു നീക്കമാണ് നടക്കുന്നത്. ഇതിൽ നമ്മൾ നൽകിയിട്ടുള്ള, അതായത് സർക്കാരിൽ നിന്നും നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകൾ ശേഖരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിശദാംശങ്ങൾ നമ്മൾ നൽകുന്നത്. അതായത് ഈ ദുരന്തം ഉണ്ടായതിന് പിന്നാലെ 1032 കുടുംബങ്ങൾക്കാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ₹5000 വീതം അടിയന്തര സഹായമായി നൽകുന്നത്. അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും നൽകിയ തുകയാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അപ്പോൾ ആ രീതിയിൽ 51,60,000 ചെലവഴിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് പുറമെ 33 കിടപ്പ് രോഗികൾക്ക് ₹300 വീതം 30 ദിവസത്തേക്ക് നൽകുന്നു. അപ്പോൾ ആ രീതിയിൽ വലിയ ഒരു തുക അവർക്ക് വേണ്ടിയിട്ട് ആ രീതിയിലും നൽകിയിട്ടുണ്ട്. അതും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. ഇതിനു പുറമെ മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് വേണ്ടിയിട്ട് ₹6 ലക്ഷം സഹായം പ്രഖ്യാപിച്ചിരുന്നു. ഇതിൽ ₹1,90,000 എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും നൽകിയതാണ്, അതായത് CMDRFിൽ നിന്ന് നൽകിയതാണ് എന്നുള്ളതാണ്. മറ്റൊന്ന്, ഗുരുതരമായി പരിക്കേറ്റവരുടെ ചികിത്സയ്ക്ക് വേണ്ടി ₹17 ലക്ഷം CMDRFിൽ നിന്നും നൽകിയിട്ടുണ്ട്. അതിനു പുറമെ മൃതദേഹങ്ങൾ സംസ്കരിക്കുവാൻ വേണ്ടി നൽകിയത് ₹17 ലക്ഷം. വാടക ഇനത്തിൽ ഓഗസ്റ്റ് മാസത്തിൽ 813 കുടുംബങ്ങൾക്കായി ₹28,57,800 ആ രീതിയിലും നൽകിയിട്ടുണ്ട്. അതായത് ഒക്ടോബറിലും 773 കുടുംബങ്ങൾക്ക് ഈ രീതിയിൽ ഉള്ള സഹായം നൽകിയിട്ടുണ്ട്. അതിന് ₹46,19,000 ആ രീതിയിൽ CMDRFിൽ നിന്നും നൽകിയിട്ടുള്ളത്. ഇതിനു പുറമെ സംസ്ഥാന ദുരന്ത നിവാരണ നിധിയിൽ നിന്നും കോടിക്കണക്കിന് രൂപയാണ് നേരിട്ടും അല്ലാതെയും ഒക്കെയായി ഈ ദുരന്തബാധിതർക്ക് വേണ്ടിയിട്ട് സഹായിക്കാൻ വേണ്ടി നൽകിയിട്ടുള്ളത്. പക്ഷേ ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിനെ മാത്രം എല്ലാ ഘട്ടത്തിലും കുറ്റപ്പെടുത്തുക, ഇതിൽ ഒരു നയാ പൈസ പോലും നൽകാത്ത കേന്ദ്രത്തിന് ക്ലീൻ ചിറ്റ് നൽകുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. നമ്മൾ വാർത്ത നൽകുമ്പോൾ അതിൽ ഒരു വസ്തുതയെങ്കിലും പരിശോധിച്ച് വേണം വാർത്ത നൽകേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ കൂട്ടിച്ചേർക്കാനുള്ളത്. കാരണം ഇതിൽ കേന്ദ്രത്തിനെ വിമർശിക്കുന്നില്ല, പക്ഷേ സംസ്ഥാന സർക്കാരിന് ആവുന്ന രീതിയിൽ പണം സമാഹരിച്ചാണ് ആ രീതിയിലുള്ളൊരു സഹായമൊക്കെ നൽകി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നതും. അതിനൊപ്പം തന്നെയാണ് ഈ മുണ്ടക്കൈ ചൂരൽമല മേഖലയുടെ പുനരധിവാസം കൃത്യമായ രീതിയിൽ നടപ്പാക്കുന്നു. അതിനുശേഷം അവിടുത്തെ പുനർനിർമ്മാണമാണ് ഇനി സർക്കാരിന് മുന്നിലുള്ള വലിയൊരു കാര്യമെന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ടും ഒരു തരത്തിലുള്ള കാലതാമസവും ഇല്ലാതെ ഉള്ള നടപടികൾ സർക്കാർ ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ടൗൺഷിപ്പ് അടക്കമുള്ള
കാര്യങ്ങളിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പോൾ സർക്കാർ കയ്യിൽ ഈ പണമൊക്കെ വെച്ചിട്ട് ചെയ്യുന്നതല്ല, സർക്കാർ അതിനു വേണ്ടിയിട്ട് പണസമാഹരണം വലിയ രീതിയിൽ നടത്തി, പണം കണ്ടെത്തി അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയാണ് മുന്നോട്ട് പോകുന്നത്. ആ ഒരു ഘട്ടത്തിൽ കൂടിയാണ് പ്രത്യേകിച്ചും CMDRF എന്ന് പറയുന്നത് നമുക്കറിയാം വലിയ തോതിൽ പല ഭാഗത്തു നിന്നായി, സംസ്ഥാനത്ത് നിന്ന് മാത്രമല്ല സംസ്ഥാനത്തിന് പുറത്തു നിന്നും രാജ്യത്തിന് പുറത്തു നിന്നും അടക്കം വലിയ തോതിൽ സഹായം ലഭിച്ചിരുന്നു. ഈ CMDRFിലേക്ക് പണം എത്തുന്നത് പോലും തടയാൻ വേണ്ടി ചിലർ രാഷ്ട്രീയപരമായി ശ്രമിച്ചിട്ടുണ്ട്. അതും നമ്മൾ മറന്നു പോകരുത്. ആ CMDRFിൽ നിന്നും കൃത്യമായ രീതിയിൽ ഈ വയനാട് മുണ്ടക്കൈ ചൂരൽമല മേഖലയിലേക്കുള്ള ദുരിതബാധിതർക്കുള്ള സഹായം കൃത്യമായ രീതിയിൽ വിതരണം ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ സംസാരിക്കുന്ന കണക്കുകൾ തന്നെയാണ് നമ്മളിപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. കാവ്യ. ശരി ഷീജ, വസ്തുതകൾ ഇങ്ങനെയായിരിക്കെ ആ വസ്തുതകളൊക്കെയും അറിയാമെന്നിരിക്കെ അത് പൂർണ്ണമായും മറച്ചു വെച്ചുകൊണ്ട് നുണപ്രചാരണങ്ങൾ, സർക്കാരിനോടുള്ള വിരോധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇങ്ങനെയുള്ള കെട്ടുകഥകൾ, കള്ളവാർത്തകൾ പടച്ചുവിടുന്ന മാധ്യമങ്ങൾക്കെതിരെയും ശക്തമായ പ്രതിഷേധവും താക്കീതും ഒരുപക്ഷെ ഈ ദുരന്തബാധിതരായിട്ടുള്ള വ്യക്തികളുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. സമഗ്ര വിവരങ്ങളാണ്, ഹർത്താലുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആണ് ഇപ്പോൾ ഷീജ ചേർന്നത്.